ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി കെ.എം. ഷാജി സന്ദർശിച്ചു. അക്കാദമിക ബ്ലോക്ക് നിർമ്മാണം ഒക്ടോബറിലും ആശുപത്രി കെട്ടിടത്തിലെ ഒരു പ്രധാന ബ്ലോക്ക് ഡിസംബറിലും മറ്റ് ബ്ലോക്കുകൾ അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാക്കുന്നതിനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വൈദ്യുതി സംബന്ധിച്ച് പ്രശ്നപരിഹാരത്തിന് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും കാസർഗോഡ് വികസന പാക്കേജിൽ അനുവദിച്ച തുക ധനകാര്യ വകുപ്പിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ തസ്തികകളും അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മാണം ഈ വർഷം ഡിസംബറിനകം പൂർത്തിയാക്കുന്നതിനും തീരുമാനിച്ചു. കിഫ്ബി, ULCC, കിറ്റ്കോ എന്നിവരുടെ യോഗം ഒരാഴ്ചയ്ക്കകം കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതിനും നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കുന്നതിനും തീരുമാനിച്ചു. ഹോസ്പിറ്റൽ, കാഷ്വൽ OP, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടുന്ന C ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കണമെന്ന് കലക്ടർ മാഹിൻ MLA യോഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കണമെന്നും MLA പറഞ്ഞു. അക്കാദമിക ബ്ലോക്ക്, ആശുപത്രി കെട്ടിടം, ഹോസ്റ്റലുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട നിർമ്മാണ കരാർ കമ്പനികളോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആവശ്യപ്പെട്ടു. നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടർ P. രാജേഷ് നിർമ്മാണ സ്ഥിതിവിവരങ്ങളുടെ റിപ്പോർട്ടും കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രവീൺ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാർ എന്നിവർ കോളേജ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമായ കാര്യങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂർ, എൻമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് കുസുമാവതി, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശങ്കര, മാഹിൻ കേളോട്ട്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കിറ്റ്കോ, കാസർഗോഡ് വികസന പാക്കേജ് എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P. രാജ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.